Former Israeli Prime Minister Benjamin Netanyahu has died at the age of 75. Officials say he passed away early this morning in Jerusalem after a brief illness. Flags across. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മരണം ഏറെക്കുറെ അന്താരാഷ്ട്ര മീഡിയകൾ സ്ഥിരീകരിച്ചു വരികയാണ്. അങ്ങനെ ഒരു ഔദ്യോഗികപരമായിരിക്കുന്ന ഒരു സ്ഥിരീകരണം മൊത്തത്തിൽ വരാത്തതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യം അത് ഇസ്രായേൽ അത് സ്ഥിരീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അത് മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പരാജയം ഇസ്രായേൽ ഉണ്ടായിട്ടുണ്ടാകും എന്നുള്ളത് മാത്രമല്ല, ഈ യുദ്ധത്തിൽ അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് സമ്മതിക്കേണ്ടി വരും. പല രീതിയിലുള്ള AI വീഡിയോകളൊക്കെ പുറത്തിറക്കിയിട്ട് ഈ മരണത്തെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും എവിടെ എത്തിയിട്ടില്ല. ഈ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഒഴിഞ്ഞു മാറുകയാണ്. പല ക്യാബിനറ്റ് മീറ്റിങ്ങുകളും ഈ സംഭവം നടക്കുന്നത് 9-ാം തീയതിയാണ്. അതിനുശേഷം പല മീറ്റിങ്ങുകളും അവിടെ നടന്നതിലൊന്നും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കപ്പെടേണ്ട പ്രധാനമായിരിക്കുന്ന കാര്യം. അങ്ങനെ വരുന്ന സമയത്ത് ഏറെക്കുറെ മരണം അവർ ബോധ്യമായിട്ടുണ്ട്. ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രഹസ്യ അജണ്ടയോടുകൂടി അതവർ മാറ്റപ്പെടുകയോ അതല്ലെങ്കിൽ രഹസ്യ മേഖലയിലേക്ക് മാറ്റുകയോ ചെയ്തിട്ടുണ്ടാവാം എന്ന് അനുമാനിക്കുന്നു. ഇപ്പോഴത്തെ അവസ്ഥാ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ശക്തമായിരിക്കുന്ന ആക്രമണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഇസ്രായേലിൽ നിന്ന് ഇറാനിലേക്കുള്ള ആക്രമണത്തിൻ്റെ തോത് വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. ഇറാൻ ആദ്യഘട്ടത്തിലൊക്കെ അല്പം കുറഞ്ഞിരുന്നു 2-3 ദിവസത്തിന് മുൻപ്. പിന്നീട് ഇപ്പോൾ ലാർജാനി മരണപ്പെട്ടതോട് കൂടിയിട്ട് അത് ശക്തമായ രീതിയിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്തിട്ടുണ്ട്. ചൈനയുടെ ആയുധം ഇറാൻ ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഏറെക്കുറെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം. ചൈനയുടെ ആയുധങ്ങളുണ്ട് എന്നതിനപ്പുറം അവർ പേടിക്കുന്ന കാര്യം ചൈന ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ്. ഈ അമേരിക്കയുടെ GPS സിസ്റ്റം, മിസൈൽ സിസ്റ്റങ്ങൾ അപ്പാടെ ഈ തെറ്റിപ്പോകുന്നുണ്ട് എന്നുള്ള കൃത്യത വരുത്തുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ ഇപ്പോൾ അമേരിക്കയുടെ GPS സിസ്റ്റം അല്ല ഉപയോഗിക്കുന്നത്, ഇറാൻ്റെ GPS സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ GPS സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് മിസൈലുകൾ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ പല ഘട്ടങ്ങളിലും അമേരിക്ക സ്വീകരിക്കാറുണ്ട്, അതിലവർ വിജയിക്കാറുണ്ട്. ഇപ്പോൾ അത് നടക്കുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ ഇപ്പോൾ അമേരിക്കയുടെ സിസ്റ്റങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് ഈ ഭരണമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ഏറെക്കുറെ അമേരിക്ക സൈലൻ്റാണ്, ഇപ്പോൾ സംസാരിക്കുന്നില്ല. അതിന് പ്രധാനമായിരിക്കുന്ന കാര്യം ഇവർ ഇറാനെക്കുറിച്ച് പഠിച്ച് ഏറെക്കുറെ പൂർത്തിയാകുകയോ അല്ലെങ്കിൽ പഠനാർഹമായ രീതിയിൽ പഠിക്കുകയോ ചെയ്യുന്നത് ഇപ്പോഴാണ്. 31 പ്രവിശ്യയിൽ അധികാരം വിഭജിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇറാനിൽ ആകെയുള്ള 31 പ്രവിശ്യയാണ്. 31 പ്രവിശ്യ എന്ന് പറയുന്ന സമയത്ത് 31 സംസ്ഥാനം എന്ന് പറയുന്ന പോലെ ഈ ഭാഗങ്ങളിലെല്ലാം സൈനികർക്ക് അധികാരം വിഭജിച്ചിരിക്കുന്നു. പ്രാദേശിക നേതാക്കൾക്ക് പോലും അത് ആ ഭരണവുമായിട്ട് ബന്ധപ്പെട്ടതിന് അധികാരം കൈമാറ്റം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു മേഖല കീഴടക്കിയാൽ അടുത്ത മേഖല ഉയർന്നു പൊന്തും, അടുത്ത മേഖല കീഴടക്കിയാൽ അടുത്ത മേഖല ഉയർന്നു പൊന്തും. അതിന് ഒരു ഉദാഹരണം പറയുന്നത് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ 15 കൊല്ലം ഭരിച്ചു. അഫ്ഗാനിസ്ഥാനിൽ താലിബാനെതിരെ ഹമീദ് കർസായിയുടെ ഭരണ സംവിധാനം അമേരിക്കയുടെ നേതൃത്വത്തിൽ 15 കൊല്ലം ഭരിച്ചു. അതേ ഈ വിഭാഗം രണ്ടാമത് അവിടേക്ക് ആ താലിബാൻ വിഭാഗം തന്നെ അധികാരത്തിലേറുകയും ചെയ്തു. അപ്പോൾ അധികാരത്തിലേക്ക് 2ാം ഘട്ടത്തിൽ വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് മുൻകൂട്ടി മനസ്സിലാക്കുന്ന കാര്യത്തിൽ അമേരിക്ക പരാജയപ്പെട്ടു. മാത്രമല്ല 2500 അമേരിക്കൻ സൈനികരും കവചിത വാഹനങ്ങളും അവരുമായിട്ട് ബന്ധപ്പെട്ട സംവിധാന കാര്യങ്ങളെല്ലാം ആ സമയത്ത് അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായ സമയത്താണ് താലിബാൻ എന്ന് പറയുന്ന തീവ്രവാദികളുടെ ഭരണം പിടിച്ചെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഭീകരവാദികൾ എന്ന് പറയുന്നില്ല, അന്ന് ഭീകരവാദികൾ അമേരിക്കയ്ക്ക് നേരെ ആക്രമണം നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട സമയത്തൊക്കെ അൽഖ്വയ്ദയോടൊപ്പം തന്നെ താലിബാനും ഭീകര സംഘത്തിൽപ്പെട്ടവരായിരുന്നു. ഇപ്പോൾ രാജ്യത്തിൻ്റെ ഭരണത്തിൽ അധികാരം വന്നതോടുകൂടി അങ്ങനെ പ്രയോഗിക്കുന്നില്ല എന്നൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ അവസരത്തിനും സാഹചര്യത്തിനും അനുസരിച്ചിട്ട് ഭീകരവാദികളെ അല്ലാതാക്കുകയും അല്ലാത്തവരെ ഭീകരവാദികളാക്കുകയും ചെയ്യുക എന്നുള്ള അമേരിക്ക ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇറാൻ്റെ അല്ല ഈ സിറിയയുടെ പ്രസിഡന്റ് മുൻപ് അൽഖ്വയ്ദയുടെ ഭീകരവാദിയായിട്ട് $1,00,000 ഇനാം പ്രഖ്യാപിച്ച വ്യക്തിയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഭീകരവാദിയല്ല, സമാധാനത്തിൻ്റെ വാക്താവാണ് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ പ്രസിഡന്റ് ആക്കുകയും ചെയ്തു. അപ്പോൾ അമേരിക്ക അവരുടെ ഇഷ്ടത്തിനും അവരുടെ താല്പര്യത്തിനും സാഹചര്യത്തിനും അനുസരിച്ചിട്ടാണ് ഭീകരവാദവും തീവ്രവാദവും ഒക്കെ അളക്കുകയും അത് ചിത്രീകരിക്കുകയും ചെയ്യുന്നത് എന്ന് ചുരുക്കം. ഇറാഖിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഇറാൻ 2ാം ഘട്ടം ആക്രമണം ആരംഭിച്ചിട്ടുണ്ട്. ആദ്യ ഘട്ടത്തിൽ ഒരു ആക്രമണം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇറാഖിൻ്റെ തലസ്ഥാനമായിരിക്കുന്ന ബാഗ്ദാദിലുള്ള അമേരിക്കയുടെ എംബസി
മിസൈൽ പായിച്ചുകൊണ്ട് കത്തിച്ചു. അത് 2 റിപ്പോർട്ട് പറയുന്നു. ഒന്ന് ഇറാനിൽ നിന്ന് വന്നതാണെന്ന് പറയുന്നു, രണ്ടാമത്തെ ഇറാഖിലുള്ള ഷിയ മിലീഷ്യ വിഭാഗമാണ് ഈ പ്രവൃത്തി ചെയ്തത് എന്ന് പറയുന്നു. അവിടുന്ന് സൈനികരോട് പിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് അമേരിക്ക ആഹ്വാനം ചെയ്തു. കാരണം സുരക്ഷിതമല്ലാത്തൊരു രാജ്യമായിട്ട് പ്രഖ്യാപിക്കേണ്ടി വരും എന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. അവിടെ സൈനികർ ഇതിന് മുൻപ് 3-ലധികം സൈനികർ യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ മരണപ്പെട്ടിട്ടുണ്ട്. അതേക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ നിയോഗിച്ചിരുന്നു. അവർക്ക് നേരെ ആക്രമണം ഉണ്ടായി. പിന്നീട് ആ സംവിധാനം നിർത്തിവെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഇറാൻ ആക്രമിക്കാനുള്ള ഒരു സംവിധാന സാഹചര്യത്തിനും ഇറാഖ് എന്ന് പറഞ്ഞ രാജ്യം ഉപയോഗപ്പെടുത്താൻ പാടില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്ന കാര്യം, അത് സുരക്ഷിത ഭൂമിയല്ല. അതിന് ഏറ്റവും നല്ലത് എവിടെയാണ്? ഗൾഫ് രാജ്യങ്ങൾ. അതുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ആക്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലേക്ക് തിരിച്ചാക്രമിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്ന സമയത്ത് ഈ നാറ്റോ സഖ്യവും യൂറോപ്യന്മാരും അമേരിക്കയിൽ നിന്ന് കൈവിട്ടു പോകുന്നു, അമേരിക്കയിൽ നിന്ന് അകന്നു പോകുന്നു. അതിന് ഈ അടുത്ത കാലത്താണ്, ഈ കഴിഞ്ഞ 2-3 ദിവസം മുമ്പാണ് നാറ്റോയുടെ സഹായം തേടിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിങ്ങളുടെ സഹായം നിർബന്ധമായിട്ട് വേണം, അത് ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് സുരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇറാനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി യുദ്ധപ്പട ഇങ്ങോട്ട് വരണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് ആദ്യം തന്നെ പ്രതികരിച്ചു ജർമ്മനി, പ്രതികരിച്ചു കാനഡ, പ്രതികരിച്ചു മറ്റുള്ള രാജ്യങ്ങൾ. ഞങ്ങൾ അതിനില്ല ആ യുദ്ധത്തിന്. കാര്യം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ പോലീസ് കുപ്പായം ചമയുന്ന ഏറ്റവും വലിയ സൈനികാധിപത്യമുള്ള നിങ്ങൾക്ക് നടക്കാത്ത ഒരു കാര്യമാണോ ഞങ്ങളുടെ കപ്പലുകൾക്ക് നടക്കുക എന്നുള്ള ചോദ്യമായിരുന്നു കാനഡ ചോദിച്ചത്. നാറ്റോ സഖ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ യാതൊരു പങ്കാളിത്തവും ഇല്ല, തങ്ങൾ അതിന് ചെയ്യാൻ തയ്യാറുമല്ല എന്നുള്ളത് തുറന്നു പറഞ്ഞു. എന്നാൽ ഞങ്ങൾ ഒറ്റയ്ക്ക് നോക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യം. ആ ഒറ്റയ്ക്ക് എത്രത്തോളം നോക്കും എന്നുള്ളതിനെക്കുറിച്ച് കഴിഞ്ഞ 2 ആഴ്ചയോളം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അവർക്കുണ്ടായിരിക്കുന്ന നാശനഷ്ടത്തെക്കുറിച്ച് വിലയിരുത്തിയാൽ അറിയാൻ പറ്റുന്നതാണ്. നാറ്റോ ഇതിൽ പറയുന്ന കാര്യം, തീർച്ചയായിട്ടും ഇറാനെതിരെ ശത്രുപക്ഷത്തിലേക്ക് നിൽക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, അവർ ഏത് രീതിയിലും ആക്രമിക്കും. കാര്യം പല എംബസിയും കോൺസുലേറ്റിനെയും ഒക്കെ ഇറാൻ ഇങ്ങനെ നിന്നുകൊണ്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 18 രാജ്യത്തെ ഈ നിലവിലെ ഈ സാഹചര്യത്തെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. 1-2 ലോക യുദ്ധത്തിൽ 18 രാജ്യങ്ങൾ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പോൾ അത്രയും രാജ്യത്തെ ആക്രമിക്കാൻ മാത്രം കൽപ്പും ശക്തിയുമുള്ള ഒരു രാജ്യത്തിൻ്റെ മുമ്പിലേക്ക് ബലിയാടാകാൻ വേണ്ടിയിട്ട് തങ്ങളുടെ കപ്പലെയും സൈന്യത്തെ അയക്കാൻ താല്പര്യമില്ല എന്ന് തുറന്നു പറഞ്ഞതോടുകൂടി അമേരിക്ക വെട്ടിലായിരിക്കുകയാണ്. അപ്പോൾ ഈ യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ അമേരിക്ക ഒറ്റപ്പെട്ടു പോവുകയാണ്. ഈ യുദ്ധം എന്തിനാണ് എന്ന് അമേരിക്കയുടെ കോൺഗ്രസ് തന്നെ ചോദ്യം വന്നിട്ടുണ്ട്. ആർക്കെതിരാണ് നിങ്ങൾ യുദ്ധം ചെയ്ത്, എന്തിനു വേണ്ടി? ഇറാൻ ഒരിക്കലും അമേരിക്കയുടെ ശത്രുവല്ല, ഏതെങ്കിലും ഭാവിയിൽ ശത്രു ആവാനുള്ള സാധ്യതയില്ല. കാര്യം എന്ന് വെച്ചാൽ അത്രയും വലിയ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള 2ാമത്തെ രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ആണവായുധം ഉണ്ട് എന്ന് ഇപ്പോൾ പോലും അവർ സമ്മതിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു രാജ്യവുമായിട്ട് ഏറ്റുമുട്ടാൻ ഒരിക്കലും തയ്യാറാകില്ല എന്നുള്ള കാര്യം കൃത്യമാണ്, ഉറപ്പാണ്. അപ്പോൾ പിന്നെ എന്തിന് നിങ്ങൾ ഈ പണി എടുക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇസ്രായേലിനെ തൃപ്തിയാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കൂലിച്ചട്ടം വ്യാപിക്കുന്ന ഒരു പണി മാത്രമാണ് അമേരിക്ക എടുക്കുക. അതിനെ സപ്പോർട്ട് ചെയ്യാനോ കൂട്ടു നിൽക്കാനോ സാധിക്കുകയില്ല എന്ന് തുറന്നു പറയുകയാണ് നാറ്റോ സഖ്യം. നാറ്റോ സഖ്യം യഥാർത്ഥത്തിൽ തിരിച്ചടിക്കാനുള്ള ഒരുപാട് അവസരം ഉണ്ടായിട്ട് ചെയ്തിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ തുർക്കി ആക്രമിച്ചു, ഇറാൻ ഒരു പ്രാവശ്യം ആക്രമിച്ചത് ഒരു 10 ദിവസം മുമ്പാണ്, 2-3 ദിവസം മുമ്പ് വീണ്ടും ആക്രമിച്ചു. തുർക്കി നാറ്റോ സഖ്യത്തിൽപ്പെട്ടതാണ്. ഏതെങ്കിലും രാജ്യത്ത് ആക്രമിച്ചാൽ സംഘം ചേർന്നും കൊണ്ട് തിരിച്ചടിക്കുക എന്നുള്ളത് അവരുടെ ബാധ്യതയാണ്, അവരത് ചെയ്യാറുണ്ട്, പക്ഷേ ചെയ്തിട്ടില്ല. ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ഉക്രൈൻ നാറ്റോ സഖ്യത്തിൽ ചേരാൻ വേണ്ടി തീരുമാനിച്ചു എന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് റഷ്യയുമായിട്ട് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ രഹസ്യമായ രീതിയിൽ എന്തൊക്കെ സഹായങ്ങൾ നാറ്റോ ചെയ്യുന്നുണ്ടെന്നല്ലാതെ പരസ്യമായ രീതിയിൽ ഉക്രൈനെ സഹായിക്കാൻ വേണ്ടി ഇപ്പോഴും അവർക്ക് ധൈര്യമില്ല. കാര്യം ഈ യുദ്ധത്തിൻ്റെ അവസ്ഥാ സാഹചര്യങ്ങൾ എങ്ങോട്ടെത്തും എന്നതിനെക്കുറിച്ച് ഒരു രൂപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലോകത്തിലെ ഒരു രാഷ്ട്രീയ നിരീക്ഷകർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. തുടങ്ങുന്ന പോലെയല്ല യുദ്ധത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത്. അത് പ്രതീക്ഷിക്കുന്ന രീതിയിൽ അവസാനിച്ചു കൊള്ളണമെന്നില്ല. അതങ്ങനെ നീണ്ടു പോകാനുള്ള സ്വാഭാവികമാണ്. 4ാമത്തെ വർഷത്തിലാണ് ഇപ്പോൾ ഉക്രൈൻ റഷ്യൻ യുദ്ധമുള്ളത്. 2 വർഷം കഴിഞ്ഞപ്പോൾ പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ ഇതിനൊന്നും ഒരു പരിസമാപ്തിയില്ല, ഒരു അവസാനമില്ല. ഒരു വിഭാഗം വിജയിച്ചു എന്ന് പറയാനോ ഒരു വിഭാഗം തോറ്റു എന്ന് പറയാനോ സാധിക്കാത്ത വിധം ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയോടാണ് ചെറിയ പ്രാദേശിക സംഘത്തെ പോലെയുള്ള വിഭാഗങ്ങൾ ഏറ്റുമുട്ടുന്ന ഒരു പ്രത്യേകതയുണ്ട്. 37ാം സ്ഥാനത്തിൻ്റെ താഴെങ്ങാനാണ് ഉക്രൈൻ്റെ സ്ഥാനം കിടക്കുന്നത്. അവരാണ് ലോകത്തിൽ 2ാം സ്ഥാനക്കാരായിരിക്കുന്ന റഷ്യയുമായിട്ട് കഴിഞ്ഞ 4 കൊല്ലമായിട്ട് ഏറ്റുമുട്ടുന്നു എന്ന് പറയുമ്പോൾ നിസ്സാരമായിരിക്കും സംഭവമൊന്നുമല്ല. ഇനി പാലസ്തീനിലേക്ക് നോക്കുന്ന സമയത്ത് ഗസയിൽ ഏകദേശം 30,000 സൈനികരാണ് അവിടെ ഉള്ളത് എന്നാണ് ഹമാസിനെ കുറിച്ചിട്ടുള്ള ഇസ്രായേലിൻ്റെ അഭിപ്രായം. 2 കൊല്ലമായി യുദ്ധം തുടങ്ങിയിട്ട് ഇപ്പോൾ കീഴടക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സർവ്വ മേഖലയും ഗസയുടെ വ്യത്യസ്തമായിരിക്കുന്ന മേഖല ദൈനംദിനം പിടിച്ചെടുക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ഹമാസ് ചെയ്യുന്നത് എന്നുള്ളതും ഏറെക്കുറെ അവരുടെ നിയന്ത്രണത്തിൽ 75% ആയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്ന് ഇസ്രായേലിൻ്റെ സൈനിക മേധാവികൾ തന്നെ അഭിപ്രായപ്പെടുന്നു.
ഇടപെടാൻ സാധിക്കാത്ത വിധം അവർ വലിയ രീതിയിലെ സംഘം ചേർന്നുകൊണ്ട് ശക്തരാകുന്നു, അവരുടെ കയ്യിലേക്ക് ആയുധങ്ങൾ കിട്ടുന്നു, സുരക്ഷാ സംവിധാനത്തോടു കൂടി അത് ആയുധങ്ങൾ അവർ ഒളിപ്പിച്ചു വെക്കുന്നു. ഈ തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് ഒടുവിലെങ്കിലും ഇസ്രായേൽ സമ്മതിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.